പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാനാദേശങ്ങളിൽ കർത്താവ് അഭിഷേകാഗ്നിയുടെ സമയത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്നുണ്ട്. ഇപ്പോൾ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നാൽ ഈ സമൂഹത്തിൽ ഈ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പ്രകടമായ ഇടപെടലുകളും പ്രകടമായ വിടുതലുകളും നൽകും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം. കുട്ടികളും മുതിർന്നവരെല്ലാവരും തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഒരു അനുഭവം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. റോസി, സ്ഥലം ഞാൻ പറവൂരിൽ നിന്ന് വരുന്നു. പറവൂര് അല്ലേ? പറവൂർ, എറണാകുളം പറവൂർ അല്ലേ? അതെ. കോട്ടയ്ക്കാവ് പള്ളിയാണ് എൻ്റെ ഇടവക. എനിക്ക് കിഡ്നിയിൽ കല്ലായിരുന്നു. അത് കിഡ്നി പഴുത്ത് ചോര. കിഡ്നിയിലെ കല്ല് അതങ്ങോട്ട് രൂക്ഷമായല്ലോ. അപ്പോ കിഡ്നി പഴുത്ത് വയറും പഴുത്ത് ആകെ ചോര ഛർദിച്ചു, തുപ്പണത് ചോര. അങ്ങനെ പറവൂർ ആസ്പത്രിയിൽ കൊണ്ടുവന്നപ്പോ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് വേറെ ആശുപത്രിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ എന്നെ കളമശ്ശേരി ആസ്പത്രിയിൽ ICUവിൽ കൊണ്ടുപോയി അവിടെ കിടത്തി. അങ്ങനെ നാലാം ദിവസം വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇവിടെ രക്ഷയില്ല, കൊണ്ടുപോയിക്കോ, ഇയാളെ കിട്ടൂല. ഇയാളുടെ കാര്യത്തെക്കുറിച്ച്
ഇനി അധികം പ്രതീക്ഷയൊന്നും വേണ്ട. മരുന്നൊന്നും ഫലിക്കണില്ല. ശരീരം മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, മരുന്ന് ശരീരത്തിൽ കയറുന്നില്ല. അതുകൊണ്ട് ഈ രോഗിയുടെ കാര്യം പോക്കാണ്. മക്കളെ വേഗം വേറെ വല്ലയിടത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അവിടുന്ന് ഒഴിവാക്കി. അങ്ങനെ എന്നെ കോലഞ്ചേരി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി, മെഡിക്കൽ കോളേജ്. അവിടെ 8 ദിവസം ICUയിൽ കിടന്നു. അതിനുശേഷം എന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റി, വാർഡിലേക്ക് മാറ്റി. അങ്ങനെ അപ്പോഴും ചോര ഛർദിക്കലും ഈ മൂത്രം പോണത് ട്യൂബിട്ട് അതിൽ കൂടി ചോര തന്നെയാണ് പോണത്. മൂത്രം ഒഴിക്കണത് ചോര, തുപ്പണത് ചോര. എനിക്ക് ഒന്നും സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ല. ആകെ നീരും വേദനയും ഭയങ്കര ബുദ്ധിമുട്ടും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് കൂടുതലായി, അതിലും കൂടുതലായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം എനിക്ക് ഇനി മരിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈശോയെ, ഞാൻ എന്ത് ചെയ്യും? എന്നെ ഇനി വേറെ ആസ്പത്രിയിൽ എവിടെ കൊണ്ടുപോകാനാണ്? അപ്പോൾ ഞാൻ ഇങ്ങനെ അട്ടപ്പാടി മലമുകളിലിരിക്കുന്ന ഈശോ എനിക്ക് പെട്ടെന്ന് ആരോ പറഞ്ഞു തരണത് പോലെ, അട്ടപ്പാടി മലമുകളിലിരിക്കുന്ന ഈശോ, അങ്ങയുടെ കാസയിലെ ഒരു തുള്ളി രക്തം എൻ്റെ മേൽ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഈശോ 3 ദിവസം എന്നെ തൊട്ട് എൻ്റെ നെഞ്ചിലും പുറത്തും കൈവച്ചു എന്നെ തടവി. എനിക്ക് സുഖമായി. പിന്നെ ഇതുവരെ നെഞ്ചുവേദനയും പുറം വേദനയും ഉണ്ടായിട്ടില്ല. പിന്നെ രോഗം ഉണ്ടായിട്ടില്ല. പനിയും അതുപോലെ തന്നെ. മറ്റേ കിഡ്നിയുടെ അതൊക്കെ മാറിയോ? ആ ചോര തുപ്പണൊക്കെ എല്ലാം മാറി, എല്ലാം കുറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ഹൃദയം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഹൃദയം പോലെ നാം ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമായ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെ അരികിൽ പ്രകടമായി അനുഭവിക്കാൻ കഴിയും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. 2 കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി സമൂഹം മുഴുവൻ ഇപ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഹൃദയങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവേ, രൂപാന്തരപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പുതിയൊരു ജീവൻ, പുതിയൊരു ഹൃദയം പരിശുദ്ധാത്മാവേ നൽകണമേ. പരിശുദ്ധാത്മാവേ, പുതിയൊരു ജീവൻ, പുതിയൊരു ഹൃദയം ആത്മാവേ നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. പരിശുദ്ധാത്മാവേ, വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ആത്മാവേ, എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി. ആത്മാവേ, നിറയണമേ, നിറയണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഈ സമൂഹത്തിന് മേൽ ദയ തോന്നണമേ. ഇപ്പോൾ വചനം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പോൾ എല്ലാ മക്കളുടെ മേലും ദയ തോന്നണമേ. സ്പർശിക്കണമേ. ഈ മക്കളെ പീഡിപ്പിക്കുന്ന എല്ലാ പീഡകളും ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ വിട്ടുപോകട്ടെ. അന്ധകാരങ്ങൾ മാറട്ടെ, കൃപാവരങ്ങൾ നിറയട്ടെ. എല്ലാ അഭിഷേകങ്ങളും മക്കൾക്ക് നൽകണമേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ, രോഗികളെ സഹായിക്കണമേ, വേദനിക്കുന്നവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓരോ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഹൃദയങ്ങളെ
സ്പർശിക്കണമേ. എന്നിൽ നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ. ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവം തരുന്ന പ്രതിഫലത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായം 25 മുതൽ 27 വരെ തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പാപത്തിൻ്റെ നൈനിമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കു ചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. തുടർന്നുള്ള വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ദൈവം നമുക്ക് വളരെ ഈടുറ്റ ഒരു ഉത്ബോധനം നൽകുകയാണ്. ദൈവം തനിക്ക് നൽകാനിരിക്കുന്ന പ്രതിഫലത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചിരുന്ന ദൈവദാസൻ തൻ്റെ അനുദിന ജീവിതത്തിൽ വന്ന ഒരു പ്രശ്നവും ഒരു പ്രശ്നമായിട്ട് കണക്കാക്കിയില്ല. ആരുടെയും കോപം ഒരു പ്രശ്നമായിട്ട് അവൻ കണക്കാക്കിയില്ല. അവൻ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്നതുപോലെ സഹിച്ചു നിന്ന് അവൻ ദൈവഹിതം പൂർത്തിയാക്കി. ഹീബ്രു ചാപ്റ്റർ 11 verse 25 to 27. Choosing rather to share ill treatment with the people of God than to enjoy the fleeting pleasures of the world. He considered abuse suffered for Christ greater wealth than the treasure of Egypt, for he looked to the reward. By faith he left Egypt, not being afraid of anger of the king, for he endured as seeing him who is invisible. ഈജിപ്തിലെ വലിയ നിധികളെക്കാൾ യേശുക്രിസ്തുവിനെ പ്രതിയുള്ള നിന്ദനങ്ങൾ വിലയേറിയ സമ്പത്തായി കണക്കാക്കിയ ദൈവദാസൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം നൈനിമിഷിക സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുകയാണ്. അനേകം ദൈവദാസന്മാർ നമ്മുടെ മുമ്പിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. ജീവിതത്തിൽ അനുകൂലമായും പ്രതികൂലമായും പലതും സംഭവിക്കും. നമുക്ക് ലഭിക്കാനിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിൽ കണ്ണുറപ്പിച്ച് നാം മുന്നോട്ട് പോകണം. സഭാപിതാക്കന്മാരിൽ വളരെ പ്രധാനപ്പെട്ടൊരു സഭാപിതാവാണ് അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പിതാവ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അപ്പോസ്തലന്മാരുടെ കാലശേഷം അവിടെ ബിഷപ്പായി സ്ഥാനമേറ്റ വലിയൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, അദ്ദേഹം ബന്ധിക്കപ്പെട്ടു. അങ്ങനെ അന്ത്യോക്യയിൽ നിന്ന് റോമാ പട്ടണത്തിലേക്ക് വിചാരണയ്ക്കായി കൊണ്ടുപോവുകയാണ്. 10 പട്ടാളക്കാരുടെ മധ്യത്തിലാണ് അദ്ദേഹം ഈ കരയിലൂടെയും കടലിലൂടെയും റോമയിലേക്ക് കൊണ്ടുപോകപ്പെട്ടത്. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് റോമയിലുള്ള സഭയ്ക്ക് ഒരു ലെറ്ററിൽ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറുന്നുവോ അത്രയും കൂടുതൽ ക്രൂരമായി മാറുന്ന 10 പുള്ളിപ്പുലികളുടെ മധ്യത്തിലാണ് ഞാൻ റോമിലേക്ക് ആനയിക്കപ്പെടുന്നത്. നമുക്ക് അത്രമാത്രം അറസ്റ്റിൻ്റെ സമയത്തും അതിനുശേഷം വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്തും ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞ ഈ സഭാപിതാവ്
ക്രൂരമായി സഹിക്കാൻ ഇടവന്നു. പക്ഷേ അദ്ദേഹം അതിൽ സന്തോഷിക്കുകയാണ്. എന്നിട്ട് റോമിലെ വിശ്വാസികൾക്ക് മുൻകൂട്ടി എഴുതുകയാണ്. റോമിലെ വിശ്വാസികളോട് പറയുകയാണ്, പ്രത്യേകിച്ച് റോമൻ സർക്കാരിൽ സ്വാധീനമുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് അദ്ദേഹം മുൻകൂട്ടി ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ ഇടപെട്ട് യാതൊരു കാരണവശാലും എൻ്റെ ഈ ശിക്ഷയോ സഹനമോ കുറയ്ക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത്. അദ്ദേഹം റോമിലെ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു അറിയിപ്പ് ഞാൻ വായിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ എൻ്റെ രക്തസാക്ഷിത്വത്തിൽ നിന്ന് എന്നെ അകറ്റാൻ യാതൊന്നും ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ ലക്ഷ്യം പ്രാപിക്കാൻ ഇടയാക്കണമെന്നത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. തടസ്സം കൂടാതെ എൻ്റെ അവകാശം പ്രാപിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുവിൻ. എനിക്ക് നന്നായിട്ടൊന്ന് രക്തസാക്ഷിത്വം വഹിക്കാനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക എന്നാണ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അവർക്ക് എഴുതുന്നത്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ ലക്ഷ്യം പ്രാപിക്കണം. ഇഗ്നേഷ്യസ് പിതാവിൻ്റെ മനസ്സിൽ ദൈവത്തോട് കൂടെയുള്ള സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതിഫലം ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹം എഴുതുകയാണ്, ഈ ലോകത്തിൻ്റെ പ്രഭു എന്നെ തടസ്സപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ സുഖങ്ങൾ കാണിച്ച്, ഈ ലോകത്തിലെ ഒരു ദീർഘകാല ജീവിതം കാണിച്ച്, ഈ ലോകത്തിൻ്റെ പാരിതോഷികം കാണിച്ച് ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ എന്നെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾ അവൻ്റെ പക്ഷം ചേരരുത്. നിങ്ങൾ അവൻ്റെ പക്ഷം ചേർന്ന് എന്നെ തടസ്സപ്പെടുത്തരുത് എന്ന് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പിതാവ് പറയും. അദ്ദേഹം പറയുകയാണ്, ദൈവ സന്നിധിയിൽ ഉദിക്കാൻ, ഈ ലോകത്തിൽ അസ്തമിക്കാൻ എന്നെ അനുവദിക്കുവിൻ. എനിക്ക് എൻ്റെ ദൈവസന്നിധി ഉദിക്കണം, അതിന് ഈ ലോകത്തിൽ അസ്തമിക്കാൻ എന്നെ അനുവദിക്കുവിൻ. അങ്ങനെ അദ്ദേഹം കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. കൊലക്കളത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ആവേശം. അദ്ദേഹം പറയുകയാണ്, ഈ സിംഹങ്ങളുടെ ദംഷ്ടകൾക്കിടയിൽ പിച്ചി ചീന്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ സന്തോഷത്തോടെ ഈ ദൈവ സന്നിധിയിൽ ഉദിക്കാൻ, ഈ ലോകത്തിൽ അസ്തമിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് ഇഗ്നേഷ്യസ് പിതാവ് തൻ്റെ ജീവിതം സന്തോഷമായിട്ട് രക്തസാക്ഷിത്വത്തിന് വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മറ്റൊരു സഭാപിതാവാണ് ഒരിജൻ. ഒരിജനെ കുറിച്ച് ചരിത്രത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അലക്സാണ്ട്രിയൻ സഭയിലെ ജ്യോതിർഗോളം, വലിയ ഒരു പ്രതിഭാശാലിയാണ്, വിശ്വവിജ്ഞാന കോശം. അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, പ്രത്യേകിച്ച് സഭാ ചരിത്രകാരന്മാർ പറയുന്നത്, 8,000 പുസ്തകങ്ങൾ എഴുതിയ ഒരിജൻ. വിശുദ്ധ എപ്പിഫാനോസ് പറയണത് 8,000 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ജെറോം പറയണത് 2,000 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ്. നമുക്ക് ഏതാണ്ട് 800ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റിനും 6-7 ചുരുക്കെഴുത്തുകാർ എപ്പോഴും ഉണ്ടാവും. അദ്ദേഹം പറയുന്നതെല്ലാം കുത്തി കുറിച്ചുകൊണ്ടിരിക്കും. വലിയൊരു ബുദ്ധിരാക്ഷസൻ, ഒരു ലോകവിജ്ഞാന കോശം. അതേമാതിരി പ്രതിഭാശാലിയായിരുന്നു ഒരിജൻ. 18ാമത്തെ വയസ്സിൽ അലക്സാണ്ട്രിയൻ കലാലയത്തിലെ പ്രധാന അധ്യാപകനായി നിയമിതനായി. ഒരിജന്റെ കാലത്താണ് അലക്സാണ്ട്രിയൻ സ്കൂൾ പ്രശസ്തിയുടെ പാരമ്യത്തിലെത്തിയത്. അദ്ദേഹത്തിന് ചുറ്റും അനേകം പകർത്തെഴുത്തുകാര്, അനേക സ്ത്രീ പുരുഷന്മാര് ചുരുക്കെഴുത്തുകാരായിട്ടും പകർത്തെഴുത്തുകാരായിട്ടും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഒരുപാട് സഹനങ്ങളിലേക്ക് അദ്ദേഹം എടുത്തെറിയപ്പെട്ടു. അദ്ദേഹം ആ കാലത്ത് അറിയാവുന്ന എല്ലാ തരത്തിലുള്ള ശാസ്ത്ര വിദ്യാഭ്യാസത്തിലും മികവ് പുലർത്തി. അനേക സഭാ പ്രശ്നങ്ങൾ ഇടപെടാൻ വേണ്ടി അനേക രൂപതകളിലെ ബിഷപ്പുമാർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നു. നിരന്തര യാത്രകളും, അതുപോലെ അലക്സാണ്ട്രിയ സ്കൂളിൽ ദീർഘകാലം പ്രശസ്തമായ പ്രബോധനം, പ്രഗത്ഭനായ അധ്യാപകൻ, പ്രഗത്ഭനായ പണ്ഡിതൻ, വലിയ തേജസ്വിയായ ദൈവദാസൻ. വിശുദ്ധ യൂസേബിയൂസ് എന്ന സഭാ ചരിത്രകാരൻ അദ്ദേഹത്തിന് പറയുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വാക്കുപോലെ ജീവിതവും ജീവിതം പോലെ വാക്കുമായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കട്ടിലിൽ കിടന്നിട്ടില്ല, തറയിൽ മാത്രം കിടന്ന ഒരു മഹാപണ്ഡിതൻ. ജീവിതത്തിൽ ഒരിക്കലും കട്ടിലിൽ കിടക്കാതെ തറയിൽ മാത്രം കിടന്നൊരു പണ്ഡിതൻ. 2 ജോഡി ചെരുപ്പ് അദ്ദേഹം കണ്ടിട്ടില്ല. 1 ജോഡി വസ്ത്രങ്ങൾ മാത്രം അദ്ദേഹം ഉപയോഗിച്ച് ശീലിച്ചു. അത്രയും വചനം കൃത്യമായും അനുസരിച്ച് ജീവിച്ച, വചനം എന്ത് എഴുതി അതുപോലെ ജീവിച്ച മഹാപണ്ഡിതനും മഹാ തേജസ്വിയുമായ ഒരിജൻ.
എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവം എന്താണെന്നറിയാവോ? അലക്സാണ്ട്രിയൻ സഭയിൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് കിംവദന്തികളും നുണപ്രചരണങ്ങളും ഉണ്ടായി. അവിടുത്തെ മേലധ്യക്ഷന്മാരെല്ലാം മീറ്റിംഗ് കൂടി, സിനഡ് കൂടി അദ്ദേഹത്തെ അലക്സാണ്ട്രിയൻ സഭയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന്റെ തിരുപ്പട്ട എടുത്തു മാറ്റി. അദ്ദേഹം വെറും അൽമായനെ പോലെ സഭയിൽ തരം താഴ്ത്തപ്പെട്ടു. എങ്കിലും അദ്ദേഹം അതെല്ലാം സഹിച്ചു, സന്തോഷമായിട്ട് അതെല്ലാം ഏറ്റുവാങ്ങി. അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ അദ്ദേഹം അപ്പോഴും പറഞ്ഞു, മക്കളെ, ദൈവത്തിന്റെ സഭയിൽ നിന്ന് അകന്നു പോകരുത്, ക്രിസ്തുവിന്റെ സഭ വിട്ടുപോകരുത്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു സെന്റൻസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ് വായിക്കുന്നത്: സഭാപരവും ശ്ലൈഹികവുമായ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കണം. ശ്ലീഹന്മാരുടെ പിൻഗാമിയായ ബിഷപ്പുമാരിൽ നിന്നും സഭയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത്. ഇദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ? ഇദ്ദേഹത്തെ സിനഡ് കൂടി ഇദ്ദേഹത്തെ സഭയിൽ നിന്ന് അലക്സാണ്ട്രിയൻ സഭയിൽ നിന്ന് പുറത്താക്കി. ഇദ്ദേഹത്തിന്റെ പട്ടം എടുത്തു കളഞ്ഞു, ഇദ്ദേഹത്തെ താഴ്ത്തി. ഇത്രയും പ്രഗത്ഭനും പണ്ഡിതനും പ്രസിദ്ധനുമായ ഈ മഹാപ്രതിഭാശാലിയെ പക്ഷേ സന്തോഷത്തോടെ അദ്ദേഹം അതെല്ലാം സഹിക്കുകയാണ്. അദ്ദേഹം ദൈവത്തിൽ നിന്ന് വരുന്ന പ്രതിഫലത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് അദ്ദേഹം അതെല്ലാം സന്തോഷത്തോടെ സഹിക്കുകയാണ്. ഹല്ലേലൂയ. 69-ാമത്തെ വയസ്സിൽ ടയർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ജയിലിൽ കിടന്ന് പീഡനമേറ്റ് മർദ്ദനമേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വലിയൊരു പ്രതിഭ, ഇത്രയും പ്രശസ്തനായ ഒരു വലിയ ഒരു സഭാപിതാവ്, അവരുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ചിന്തിച്ച് നോക്കുക. അദ്ദേഹത്തിന്റെ ശിഷ്യൻ അവിടെ ബിഷപ്പായി. അപ്പോൾ ആ ബിഷപ്പ് അദ്ദേഹത്തെ അലക്സാണ്ട്രിയൻ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. അങ്ങനെ എല്ലാം ജീവിതം നഷ്ടപ്പെട്ട് അദ്ദേഹം നാടുവിട്ട് പല ടയറിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് പുസ്തകം എടുത്ത് അദ്ദേഹം അവിടുന്ന് പോയി. ആരോടും പരിഭവമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം അപ്പോഴും പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്: ശ്ലീഹന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് അകന്നു പോകരുത്, സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകരുത്, സഭയിൽ നിന്ന് അകന്നു പോകരുത്. സഭയിൽ ഉറച്ചു നിൽക്കുക, സത്യവിശ്വാസം ഉറച്ചു നിൽക്കുക. ശ്ലീഹന്മാരുടെ പാരമ്പര്യമുള്ള ബിഷപ്പുമാരിൽ നിന്നും അതുപോലെ തന്നെ തിരുസഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും ഒരു അണുവിട അകലരുത് എന്ന് അപ്പോഴും അദ്ദേഹം ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും അപ്പോഴും സത്യവിശ്വാസം പ്രഖ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ശക്തി പകർന്ന എന്താ? ദൈവത്തിൽ നിന്ന് വരുന്ന പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എന്താ പറഞ്ഞത്? ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ഈ ലോകത്തിലെ സുഖവും കയ്യടിയും പ്രോത്സാഹനം എല്ലാം കാണിച്ച് എൻ്റെ ദൈവത്തിൽ നിന്ന് വരുന്ന പ്രതിഫലത്തിൽ കുറവ് വരാൻ വേണ്ടി എന്നെ ആകർഷിക്കുന്നു. നിങ്ങൾ അവൻ്റെ കൂടെ കൂടരുത്. എനിക്ക് എൻ്റെ കർത്താവിൽ വലിയ പ്രതിഫലം വേണം. അതുകൊണ്ട് ദൈവസന്നിധി ഉദിക്കാൻ, ഈ ലോകത്തിൽ അസ്തമിക്കാൻ എന്നെ അനുവദിക്കുക എന്ന് പറഞ്ഞ് വിശുദ്ധ ഇഗ്നേഷ്യസ് രക്തസാക്ഷിത്വം പുറ്റുകൂടി. പ്രിയപ്പെട്ട സഹോദരൻ, വിശുദ്ധ പോളികാർപ്പ് വലിയൊരു സഭാപിതാവാണ്. അദ്ദേഹത്തെ അഗ്നിയിൽ എറിഞ്ഞ് കൊല്ലാനും കുത്തിക്കൊല്ലാനും വിധിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ദൈവത്തിന് സ്തുതി, ദൈവനാമം മഹത്വപ്പെടട്ടെ, ദൈവഗത നടപ്പാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങുകയാണ്. വിശുദ്ധ മാക്സിമ്യൂസ് അദ്ദേഹത്തെ കൊലയ്ക്ക് വിധിച്ചത് അദ്ദേഹത്തിന് നാവ് അറുത്തു ദൂരെ എറിഞ്ഞു, കൈകൾ വെട്ടിയെറിഞ്ഞു, അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെട്ടു. അദ്ദേഹം സന്തോഷത്തോടെ തുള്ളിച്ചാടി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ പിതാവിൽ പ്രതിഫലം കണ്ടെത്താൻ സാധിക്കട്ടെ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സഭാപിതാവായ വിശുദ്ധ ക്രിസോസ്റ്റം അന്ത്യോക്യൻ സഭയിലെ ഒരു ജ്യോതിർഗോളമായിരുന്നു, സ്വർണ്ണ നാവുകാരൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ക്രിസോസ്റ്റം. അദ്ദേഹം നാട് കടത്തപ്പെട്ട് പ്രവാസത്തിൽ കടന്ന് വേദനിച്ച് മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും അദ്ദേഹം സഭയിലും സഭയുടെ വിശ്വാസത്തിലും സൈഹിക പാരമ്പര്യത്തിലും സന്തോഷിക്കുകയും അതിൽ അഭിമാനിക്കുകയും അതിൽ ഉറച്ചു നിൽക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കുണ്ടാകുന്ന താൽക്കാലിക സഹനങ്ങളോ നമ്മൾ കാണുന്നത് കേൾക്കുന്നത് അല്ല സഹോദരങ്ങളെ. ദൈവവചനമാണ് സത്യം. കർത്താവിന്റെ സഭയുടെ പ്രബോധനങ്ങളിലാണ് സത്യം. ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ കർത്താവിന്റെ സന്നിധി നമ്മുടെ ഹൃദയത്തെ എളിമപ്പെടുത്താം. ഏതെങ്കിലും തരത്തിലുള്ള പരിഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 25 മുതൽ 27 വാക്യങ്ങളോടെ ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. പാപത്തിന്റെ നൈനിമിഷിക സുഖങ്ങളിൽ ആസ്വദിക്കാതെ, പാപത്തിന്റെ നൈനിമിഷ സുഖങ്ങളിൽ സന്തോഷിക്കാതെ, ഈ ലോകത്തിന്റെ പ്രഭു തരുന്ന ചെറിയ ചെറിയ നേട്ടങ്ങളിൽ ആഹ്ലാദിക്കാതെ, ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേർന്ന്
ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങളിൽ അഭിമാനിച്ച് ദൈവം തരുന്ന പ്രതിഫലത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് ഓരോ മകനെയും ഓരോ മകളെയും വിളിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിലവിളിച്ച് ഉച്ചത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഉദിക്കാൻ ലോകത്തിൽ ഞാൻ അസ്തമിക്കട്ടെ എന്ന് പറഞ്ഞ വിശുദ്ധ ഇഗ്നേഷ്യസ് പിതാവിനോടൊപ്പം എല്ലാ സഭാപിതാക്കന്മാരുടെയും കൂട്ടായ്മയിൽ ഇന്ന് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തൻ്റെ ജീവിതകാലം മുഴുവനും സത്യസഭയെ സ്നേഹിച്ച് സഭയിലെ ശ്ലൈഹിക പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കണമെന്നും സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കണമെന്നും ജീവിതം കൊണ്ട് തെളിയിച്ച് തൻ്റെ രക്തം കൊണ്ട് അടിവരയിട്ട് പഠിപ്പിച്ച സഭാപിതാവ് ഒരിജൻ്റെ ആ ഒരു വലിയൊരു കൂട്ടായ്മ, സഭാ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സഭയിൽ നിന്ന് അകന്നു പോവുകയോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരിക്കുമോ എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ദ്രോഹമൊന്നും ചെയ്യരുതെന്ന് ശ്ലീഹായുടെ വചനം നമുക്ക് ഓർമ്മിക്കാം. ഈ സമയം 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ, റൂഹായേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയണമേ, ക്ഷീണങ്ങൾ മാറ്റണമേ, അഭിഷേകം നൽകണമേ. സർവ്വ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ഷതങ്ങളും സൗഖ്യമാകട്ടെ, എല്ലാ വേദനകളും മാറട്ടെ, ചെറിയ ചെറിയ മടുപ്പും നിരാശയൊക്കെ മാറട്ടെ. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്നതുപോലെ ദൈവത്തിൽ നിന്ന് വരുന്ന പ്രതിഫലത്തിന് വേണ്ടി അവിടുത്തെ സന്നിധി ദൃഷ്ടി ഉറപ്പിച്ച് ഈ ജീവിതം ആവേശപൂർണ്ണമായി ജീവിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ അവിടെ നൽകട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Holy fire, fire! Holy fire, fire! ആത്മാവേ അഗ്നിയിലഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ, കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ.